Your resume is not getting rejected at 6. It's being ignored at 3. റിക്രൂട്ടേഴ്സ് ഒരിക്കലും വീക്ക് ആയിട്ടുള്ള റിസ്യൂമെ റിജക്റ്റ് അല്ല ചെയ്യുന്നത്. ദേ വിൽ സ്കിപ്പ് ദം. നിങ്ങൾ ഏത് ജോബിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവണം. ഈ റിക്രൂട്ടേഴ്സ് മെയിനായിട്ട് റിസ്യൂമേസ് റിജക്ട് ചെയ്യാനുള്ള റീസൺസ് എന്ന് അറിയോ? നമ്മളെല്ലാവരും ജോലിക്ക് അപ്ലൈ ചെയ്യും, പക്ഷെ ആരും നമ്മുടെ റിസ്യൂമെ അപ്ഡേറ്റ് ചെയ്യത്തില്ല. ഒരു റിസ്യൂമെ തന്നെ എല്ലാ കമ്പനികൾക്കും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അത് തന്നെയാണ് മെയിൻ പ്രോബ്ലം. നിങ്ങൾ പറയുമ്പോൾ സെയിം ആയിട്ടുള്ള ഡിസിഗ്നേഷനിലോട്ട് തന്നെ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ സെയിം പൊസിഷൻ ഡിഫറെന്റ് കമ്പനീസിലോട്ട് നോക്കുന്ന സമയത്ത് അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ കുറച്ചെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് കമ്പനി ഏത് റെസ്പോൺസിബിലിറ്റീസിനാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, ആ പ്രയോറിറ്റൈസ് കൊടുക്കുന്ന ആ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കണം നമ്മുടെ റെസ്യൂമെയിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഇനിയിപ്പം നിങ്ങൾക്ക് ടൈമില്ല, ഇങ്ങനെ ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്ത് റെസ്യൂമെ മോഡിഫൈ ചെയ്യാനുള്ള ടൈമില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ സ്കിൽസും ആൻഡ് പ്രൊഫഷണൽ സമ്മറിയെങ്കിൽ കൂടി കുറച്ചെങ്കിലും മോഡിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഈ സെയിം റെസ്യൂമെ വെച്ചിട്ട് നമ്മൾ എല്ലാ കമ്പനിക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്രൂട്ടേഴ്സ് പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഒന്നായിരിക്കും, നമ്മുടെ റെസ്യൂമിലുള്ള ക്വാളിഫിക്കേഷനും വേറെ ഒന്നായിരിക്കും. അപ്പോൾ രണ്ടും കൂടെ മാച്ച് ആയാലാണ് നമ്മുടെ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുക. And the main thing is, your resume must be an ITS friendly resume. If you guys want to get a free review of your resume, just send me a hi.